ആധാർ കാർഡ് പൗരത്വത്തിനുള്ള രേഖയല്ല, മറിച്ചൊരു തിരിച്ചറിയൽ രേഖ മാത്രമാണെന്ന് കോടതി വീണ്ടും പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം മുൻപും കോടതി ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പറയുന്നതിൽ എന്താണ് ശരിക്കും അതിൽ നമ്മൾ കാണേണ്ടത്? അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ SIR എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വോട്ടർ പട്ടികയിലെ അപാകതകൾ തിരുത്താനും നുഴഞ്ഞു കയറിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ പുറത്താക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ പദ്ധതിയാണ് അവിടെ നടക്കുന്നത്. നടപടികളിൽ ആധാർ തിരിച്ചറിയൽ രേഖയായിട്ട് അംഗീകരിക്കാമെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ള, എന്നാൽ ഇന്ത്യൻ പൗരത്വത്തിനുള്ള രേഖയായി പരിഗണിക്കരുതെന്ന് കോടതി പറയുന്നു. എന്താണ് അപ്പോൾ പൗരത്വത്തിനുള്ള രേഖ എന്നൊരു ചോദ്യം വരും. പാസ്പോർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പാസ്പോർട്ട് യാത്രാരേഖയാണ്, യാത്രയ്ക്ക് ആവശ്യമായതാണ്. അപ്പോൾ വോട്ടേഴ്സ് ID കാർഡോ? വോട്ടേഴ്സ് ID കാർഡ് വോട്ടിങ്ങിന് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വോട്ടർ എന്ന് പറയുന്ന ആരാണ്? വോട്ടർ പൗരനായിരിക്കണം. ഇന്ത്യൻ പൗരന് മാത്രമേ ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതായത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരാൾ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാൾ ഇവിടെ ഉണ്ട്, അയാൾക്ക് ഇവിടെ സിറ്റിസൺഷിപ്പ് ഇല്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും തിരിച്ചറിയൽ കാർഡ് കിട്ടില്ല. അപ്പോൾ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു രേഖയാണ് തിരിച്ചറിയൽ കാർഡ്. അപ്പോൾ തിരിച്ചറിയൽ കാർഡ്, അതായത് ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ അയാൾ ഇവിടുത്തെ സിറ്റിസൺ ആണ് എന്ന് അങ്ങനെ ഒരു അർത്ഥം കൂടി അതിൽ കാണാൻ കഴിയും. പക്ഷേ അത് ഉറപ്പിക്കേണ്ടതുണ്ട്. അത് ഉറപ്പിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷനുണ്ട്. അത് ചികഞ്ഞു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചപ്പോൾ പൗരത്വം സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ എന്ന് ഭരണഘടന പറയുന്നത് കൊണ്ട് തന്നെ ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം പ്രാവർത്തികമാക്കാനുള്ള ചുമതല ഞങ്ങൾക്കുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സിറ്റിസൺ ആണോ എന്ന് പരിശോധിച്ച് മാത്രമേ ഈ പറയുന്ന വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സിറ്റിസൺഷിപ്പിനുള്ള രേഖകളായിട്ട് ആധാർ അല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു, പാസ്പോർട്ട് യാത്രാ രേഖയാണ് അതുമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് രേഖയാണ് സിറ്റിസൺഷിപ്പിനായിട്ട് കൊടുക്കാൻ പറ്റുന്നത്? ഒന്നാമത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ്, രണ്ടാമത് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, പിന്നെ സ്കൂളിൽ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ്, ഇത്തരം സാധനങ്ങൾ. നമ്മളുടെ ഈ പറയുന്ന റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, അതൊക്കെ നമുക്ക് ഈ ഒരുപാട് രേഖകളുണ്ട്. ഈ രേഖകളൊക്കെ ഉണ്ടെങ്കിൽ പല രേഖകളാണ്, ഒരു രേഖയല്ല പൗരത്വം തെളിയിക്കാനായിട്ട്. ഞാൻ ഇന്നടത്തുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ 10 കൊല്ലമായിട്ട് കൊച്ചിയിൽ ജീവിക്കുന്നു. ഞാനപ്പോൾ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ചാൽ എൻ്റെ അഡ്രസ്സിൽ നോക്കുമ്പോൾ ഞാൻ 4-5 വാടക വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ച് വാടകയ്ക്ക് താമസിക്കുന്നത്. ഇത് വെച്ച് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് എഴുതും, ഇത്ര നാളായിട്ട് ഇയാളിവിടെ താമസിക്കുന്നുണ്ട്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കിട്ടി. പക്ഷെ അത് മാത്രമായിട്ട് ചെന്നാലും ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. അതിന് ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കണം. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റായി ഞാൻ ഇന്നടത്താണ് ജനിച്ചത്, ഇന്ന ആശുപത്രിയിൽ ജനിച്ചു, ഇത്ര തീയതിയിലാണ് ജനിച്ചത്, ഇന്ന സമയത്താണ്, എൻ്റെ ആൾക്കാരാണ് മാതാപിതാക്കൾ എവിടെയുള്ളവർ, അവരുടെ അഡ്രസ്സ് എഴുതിയിരിക്കുമല്ലോ, സ്വാഭാവികം. അപ്പോൾ അത് ഉണ്ട്, ജനിച്ചത് ഇവിടെയാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞു. ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് അല്ല ഇവിടെയാണ്. അപ്പോൾ അടുത്ത് സ്കൂളിലെ സർട്ടിഫിക്കറ്റ്, ഇന്ന സ്കൂളിലാണ് പഠിച്ചത്, 10ാം ക്ലാസ്സിൽ ഇന്ന സ്കൂളിൽ നിന്ന് പാസ്സായിരിക്കുന്നു, ഉറപ്പായിട്ട് സ്കൂളിൻ്റെ ഒപ്പ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ SLC സർട്ടിഫിക്കറ്റുമായി, പിന്നെ അത് കഴിയുമ്പോൾ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കാൻ പറ്റും. എവിടെ ജനിച്ചു, എവിടെ പഠിച്ചു, എവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ ജനിച്ചത് കോട്ടയത്താണ്, പഠിച്ചത് തിരുവനന്തപുരത്താണ്, ഇപ്പോൾ ജീവിക്കുന്നത് എറണാകുളത്താണ്, കുഴപ്പമില്ല. ജനിച്ച അച്ഛനും അമ്മയും ഇന്ത്യക്കാരാണ്, അവരുടെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഉണ്ട്, അവർ ഇന്നടുത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഉണ്ട്. അപ്പോൾ ആ റെസിഡൻസ് സർട്ടിഫിക്കറ്റൊക്കെ ആയല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് രേഖകൾ ഹാജരാക്കിയാൽ മതി, നമ്മളുടെ പൗരത്വം പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും ഇത്ര വയസ്സ് തൊട്ട് ഞാൻ ഇന്നടുത്ത് വോട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇന്ന സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തു, അവൻ്റെ വോട്ടേഴ്സ് ID കാർഡ് ഇതാ, അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യാം. അപ്പോൾ വോട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ തിരിച്ചറിയൽ കാർഡ് എല്ലാ രേഖകളും സമർപ്പിച്ച് കഴിഞ്ഞാൽ പൗരത്വമായല്ലോ. അപ്പോൾ അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ CAA സമരമൊക്കെ നടന്നപ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടുവന്ന ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. എന്തോ പ്രൂവ് ചെയ്യാൻ പറ്റില്ല? സിറ്റിസൺഷിപ്പ്, പൗരത്വം പ്രൂവ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പുറത്താകും, നിങ്ങൾ എങ്ങനെ പ്രൂവ് ചെയ്യും, നിങ്ങളുടെ കയ്യിൽ പൗരത്വ കാർഡുണ്ടോ? ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെയൊക്കെ പേടിപ്പിച്ചിരുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാതൃഭൂമിയിൽ മലപ്പുറത്ത് കിടക്കുന്ന ഒരു ഒരു പ്രൊട്ടസ്റ്റ്, CAA പ്രൊട്ടസ്റ്റ് കിടക്കുക. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ജയപ്രകാശാണെന്ന് തോന്നുന്നു റിപ്പോർട്ട് ചെയ്യുന്നത്, മാതൃഭൂമി ന്യൂസിൻ്റെ. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് മൈക്ക് വെച്ച് ചോദിക്കുകയാണ്, എന്തിനാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒരു വീൽ ചെയറിലിരിക്കുന്ന ഒരു തട്ടമൊക്കെ ഇട്ട് ഒരു മുസ്ലിം പെൺകുട്ടി പറയുകയാണ്, പാവം കുട്ടി, അതിനെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ്, മുസ്ലിങ്ങളെയൊക്കെ ഇവിടുന്ന് പുറത്താക്കാൻ പോവുകയല്ലേ, അങ്ങനെ പുറത്താക്കരുത്,
അവരൊക്കെ ഇങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും എന്ന കുട്ടി വളരെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുക. അപ്പോൾ ആ കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻഡ്മെൻറ്റ് ആക്ട് കൊണ്ടുവരുന്നത് ഇവിടെ നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കാനാണ്. അങ്ങനെ തെറ്റിദ്ധാരണ വരുത്തുന്ന വലിയ പ്രചാരണമാണ് ഇവിടെ നടത്തിയത്. അത് ഇത്തരം മാതൃഭൂമി പോലുള്ള മാധ്യമങ്ങളെല്ലാം എക്സ്പോസ് ചെയ്തു. അങ്ങനെ പലരുടെയും കള്ളി വെളിച്ചത്തായിട്ടുണ്ട്. പല ചാനലുകളും ഇവരുടെ നമ്മൾ ഈ പറയുന്ന എല്ലാ മാധ്യമപ്രവർത്തകരും ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധരായിട്ടുള്ളവരൊന്നുമല്ല. അവർ കൃത്യമായിട്ട് ഇതിനെ ചൂണ്ടിക്കാണിക്കാറുമുണ്ട്. ഇത്തരം കണ്ടോ ഗൂഢാലോചനകളാണ് നടക്കുന്നത്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ വിധിയിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും കൂടിയുണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ, തിരിച്ചറിയൽ രേഖ മാത്രമാണ് എന്നുള്ളത്. അപ്പോൾ വ്യക്തിഗത യോഗ്യത കൂടി, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള വ്യക്തിഗത യോഗ്യത തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് അതിൽ പറയുന്നത്. പക്ഷേ അതൊരു പൗരത്വ രേഖയല്ല. അപ്പോൾ പൗരത്വ രേഖ പിന്നെയും തെളിയിക്കപ്പെടേണ്ടതുണ്ട്. 12ാമത്തെ അംഗീകൃത രേഖ എന്ന് പറയുന്നത് ബീഹാറിൽ നടക്കുന്ന SIR പുതുക്കൽ പ്രക്രിയയിൽ അംഗീകരിക്കുന്ന 12 രേഖകളിൽ ഒന്നായിട്ട് മാത്രമേ ആധാറിനെ പരിഗണിക്കുകയുള്ളൂ. 12 രേഖ ഞാൻ ഈ പറഞ്ഞതിൽ വരും, പല രേഖകളും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വസ്തുവിൻ്റെ ആധാരം ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ തന്നെ അതെല്ലാം സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ആധാർ കാർഡ് സമർപ്പിക്കാനും വ്യക്തിയുടെ വിവരങ്ങൾ കൈമാറാനും അത് ശരിയാണോ എന്ന് പരിശോധിക്കാനുമൊക്കെയുള്ള അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നും അതിൻ്റെ ആധികാരികതയിൽ, ഈ പറയുന്ന രേഖകളുടെ ആധികാരികതയിൽ സംശയം തോന്നിയാൽ കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെടാനുള്ള അധികാരവും ഇലക്ഷൻ കമ്മീഷനുണ്ട്. അതായത് പൗരത്വം പ്രൂവ് ചെയ്യിക്കാനുള്ള ആവശ്യപ്പെടാൻ, പ്രൂവ് ചെയ്തിട്ട് നിനക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്ത് തരാം എന്ന് പറയാനുള്ള അവകാശം കൂടി ഇവർക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ പറയുന്ന മറ്റ് നിർദ്ദേശങ്ങളും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. എങ്ങനെ കൈകാര്യം ചെയ്യും, ആധാർ കാർഡ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതിൻ്റെ ആധികാരികത എങ്ങനെ വ്യക്തമാക്കണമെന്നും അത് കാര്യക്ഷമമായി പരിശോധിക്കണമെന്നും സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആധാർ നിയമം 2016 ജനപ്രാതിനിധ്യ നിയമം 2016 ആധാർ നിയമം ജനപ്രാതിനിധ്യ നിയമം അടിസ്ഥാനമാക്കിയുള്ള കോടതിയുടെ ഈ വിധി ഈ നിയമങ്ങളിൽ ആധാർ തിരിച്ചറിയൽ രേഖയായി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് വ്യക്തമാക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വിധിയിൽ ആ നിയമങ്ങളുമായി പൂർണ്ണമായും യോജിക്കുന്നതാണ് എന്നുള്ളതാണ്. മുന്നത്തെ നമ്മുടെ നിയമങ്ങളുമായിട്ട് 2016 1954 നിയമങ്ങളുമായിട്ട് 1950 നിയമവുമായിട്ട് യോജിക്കുന്നതാണ് ഇപ്പോഴത്തെ വിധി എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമുള്ള കാര്യമെന്നാണ്. ഈ വിധി വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും അർഹരായ ആളുകൾക്ക് വോട്ടവകാശം ഉറപ്പുവരുത്താനും സഹായിക്കുമെന്ന് കരുതുന്നു. അതേസമയം പൗരത്വം തെളിയിക്കാൻ ആധാർ രേഖയല്ല എന്ന സുപ്രധാന നിലപാട് കോടതി ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചറിയൽ രേഖയായിട്ട് കണക്കാക്കുക. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ട് ആൾക്കാർ ആദ്യം എടുക്കുന്ന സാധനം എവിടെയെങ്കിലും പോയി വീട് വാടകയ്ക്ക് എടുത്തിട്ട് ആ അഡ്രസ്സിൽ ഒരു ആധാർ കാർഡ് എടുക്കുകയാണ്. ഇനി ആ ആധാർ കാർഡ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ വോട്ടേഴ്സ് പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയില്ല. ഇവർക്ക് ഒരു കാരണവശാലും ഈ പറഞ്ഞ നുഴഞ്ഞു കയറിയിരിക്കാൻ കഴിയില്ല. അപ്പോൾ ചോദിക്കും, എവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, എവിടെ സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ്, എവിടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, എവിടെ അച്ഛൻ്റെ അമ്മയുടെയും ഇത് രേഖകൾ, എവിടെ മറ്റു രേഖ. അപ്പോൾ ഇതെല്ലാം കാണിക്കേണ്ടി വരും. കള്ളത്തരത്തിൽ പൊളിയും. അപ്പോൾ ഈ SIR എന്ന് പറയുന്ന പരിപാടി കേരളത്തിലും നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സമഗ്രമായ മാറ്റം നമ്മുടെ വോട്ടർ പട്ടികയിൽ വരും അധികം താമസിയാതെ. ഇത് കോൺഗ്രസ് കൊളുത്തിയ തിരിയാണല്ലോ. ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മുഴുവൻ വോട്ടുകളും ഉണ്ടല്ലോ, ഈ നുഴഞ്ഞു കയറിയ ആൾക്കാരുടെ മൊത്തം ഇനി പോകാൻ പോവുക. എന്തായാലും ഉറപ്പ് വരുത്താൻ പോകുന്നു, നമ്മളുടെ രാജ്യത്തിനകത്ത് കയറിയിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ഈ പറയുന്ന വിദേശികളായിട്ടുള്ളവരെ തുരത്താനുള്ള പദ്ധതിക്കുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിനാദ്യം തുടക്കമിട്ട് അതിനെ തിരി കൊളുത്തിയത് രാഹുൽ ഗാന്ധിയാണെന്നുള്ളത് സ്വന്തം കുഴി തോണ്ടുന്ന ആളാണ്. പക്ഷേ ഇന്ത്യക്ക് നല്ലതാണ് കേട്ടോ, അറിയാതെങ്കിലും ഇന്ത്യക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.